ശുഭരാത്രി, സുഖ നിദ്ര. ഓരോ വാക്കിലും പറയുന്നവന്റെ അർത്ഥത്തേക്കാൾ കേൾക്കുന്നവന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. സ്നേഹത്തിന്റെ വാക്കുച്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആദരിക്കപ്പെടും. വേദനയുടെ വാക്കുകൾ പുറപ്പെടുവിക്കുന്നവര് എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ. ഓരോ വാക്കിലും പറയുന്നവന്റെ അർത്ഥത്തേക്കാൾ കേൾക്കുന്നവൻ എന്തു മനസ്സിലാക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം. ശാപവും അനുഗ്രഹവും വാക്കുകളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. എത്ര തകർന്നിരിക്കുമ്പോഴും തിരിച്ചു വരാൻ ആശ്വാസ വാക്കുകൾ മാത്രമല്ല. നഷ്ടപ്പെട്ടതെന്തും തിരിച്ചു പിടിക്കാൻ ആത്മധൈര്യത്തിന്റെ വാക്കുകൾ മതി എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്നവരും വേദന സൃഷ്ടിക്കുന്നവരുമുണ്ട്. അടുപ്പത്തിന്റെയും മക്കലത്തിന്റെയും കാരണം വാക്കുകളാണ്. നാം വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുമ്പോൾ മറ്റുള്ളവർ വേദനിക്കുന്നുവോ സന്തോഷിക്കുന്നുവോ എന്ന് നാം അറിയണം. മറ്റുള്ളവർ സന്തോഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ മഹിമയായിരിക്കും. ചിലപ്പോൾ നമ്മൾ അഗാധ ദുഃഖത്തിലായിരിക്കാം. ആണെങ്കിൽ പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അത് ശത്രുവിന് ആയാൽ പോലും. ശുഭരാത്രി, സുഖ നിദ്ര.